നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ കുരിപ്പള്ളി എന്ന സ്ഥലത്ത് കുരിപ്പള്ളിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു പള്ളിക്ക് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. എന്തായാലും ഇവിടെ ഒരുപാട് ദുരൂഹതകളെല്ലാം ഉണ്ട് എന്ന് പലരും പറഞ്ഞ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ലിറി AI അസിസ്റ്റന്റ് ആൻഡ് ചാറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI അസിസ്റ്റന്റ് ആണ് ഇത്. ചാറ്റ് കോൺവെർസേഷനിലൂടെ എന്ത് കാര്യത്തിനെ കുറിച്ചും നിങ്ങൾക്ക് അഡ്വൈസസ് തരാൻ കഴിയുന്ന ആപ്പാണ് ലിറി AI അസിസ്റ്റന്റ് ആൻഡ് ചാറ്റ് എന്നുള്ളത്. തികച്ചും ഒരു അസിസ്റ്റന്റായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു AI ആപ്പാണിത്. AI രംഗത്തെ വളരെ മികച്ച ആപ്പാണ് ലിറി എന്നുള്ളത്. സ്ക്രീനിൽ കാണുന്ന ഈ സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ 5 ഡേ ഫ്രീ ട്രയൽ കിട്ടുന്നതാണ്. യോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിപ്പള്ളിയിലാണ്, അതായത് കൊല്ലത്ത് കുരിപ്പള്ളിയിലാണ്. റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് എല്ലാം വൈറലാവുകയുണ്ട്. എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഈ ഒരു പള്ളി, ഇവിടെ പ്രേതമുണ്ടെന്നും അതുപോലെ തന്നെ ഇവിടെ ആത്മാക്കളുടെ ശല്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് പ്രചരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സോ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ വീഡിയോസ് പ്രചരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ കുരിപ്പള്ളിയിലാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആത്മാക്കൾ ഉറങ്ങുകയാണ്. ഓക്കെ, ഇതൊരു സെമിത്തേരി കൂടിയാണ്. ഈ പള്ളി പൊളിഞ്ഞ് കിടക്കുകയാണ്, എന്തോ കാര്യം കൊണ്ട് കേസിൽ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, സോ ഞാൻ എന്തായാലും ഇവിടെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഈ പള്ളി എന്നുള്ളത്. ഈ പള്ളിയുടെ പുറകുവശമാണ് ഇതെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വൃക്ഷം പള്ളിയുടെ കൂടെ തന്നെ വളർന്നിരിക്കുകയാണ്. അതായത് ചുമരിലൂടെ തന്നെ ഈ വൃക്ഷം വളർന്നിട്ടുണ്ട്. ഒരുപാട് കല്ലറകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ. സോ എന്തായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ലോക്ക്ഡൗൺ. കയറാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ഒരു ഹോളാണ്, ഒരു പള്ളിയാണ്. വളരെ വർഷങ്ങൾ കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസ് അങ്ങനെ ഇറക്കി വിടുകയാണ് ഓരോരുത്തർ. അതായത് ഇവിടെ പ്രേതമുണ്ട്, ഇതാണ് ലുക്ക്, ഇതാണ് ഇതിൻ്റെ മുൻവശം എന്നുള്ളത്. ഇതെന്തായാലും വർഷങ്ങൾ പഴക്കമുള്ളതൊന്നുമല്ല, ഇപ്പോൾ തന്നെ കത്തിച്ചിട്ടുള്ളതാണ്. സെന്റ് മേരീസ് ക്യാൻഡിൽ. സോ ഇതിന് ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും? ഇല്ല. ഈ കൂട് വർഷങ്ങൾ പഴക്കമുള്ളതൊന്നുമല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെയായിരിക്കും ഇതിൻ്റെ പഴക്കമുള്ളത്. സോ ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്നിട്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും മദ്യത്തിൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ. സോ ലുക്ക്, സോ അതിനർത്ഥം ഇത് സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു ഏരിയ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ പ്രേതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അത് തന്നെയായിരിക്കാം ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും മെഴുകുതിരികൾ ആൾക്കാർ ഇപ്പോഴും കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട
ശംഭുവാണെന്ന് തോന്നുന്നു, ഹാൻഡ്സോ എന്തൊക്കെയാണ്. സോ ആൾക്കാർ ഇപ്പോഴും പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വാസമുള്ള ഒരു പള്ളി തന്നെയാണ് ഇതെന്നുള്ളത്. പക്ഷേ ഈ പള്ളിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത് മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നിന്ന് ലുക്ക് കാട് പിടിച്ചാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലുക്ക്, ഞാൻ ഇതുവഴിയാണ് ബൈക്ക് കൊണ്ട് അകത്തേക്ക് കയറിയത്. സോ ലുക്ക്, ഇതാണ് ആ പള്ളി എന്നുള്ളത്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാനുള്ള ഒരു വാതിലും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. ലോക്ക്ഡ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതേ ഉള്ളൂ. അകത്തേക്ക് കയറാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല. ലുക്ക്, കാണുമ്പോൾ ഒരു ഒരു ഹൊറർ മൂവി, ഒരു ഹോളിവുഡ് ഹൊറർ മൂവി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. തകർന്ന പള്ളിയും പ്രേതവും സാത്താനും തകർന്നു കിടക്കുന്ന കുരിശും. സോ ആൾക്കാർ കാണുമ്പോൾ ഇതൊന്ന് പ്രേതമാണെന്നും അല്ലെങ്കിൽ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും നോർമലി എല്ലാവരും വിചാരിക്കും ഇവിടെ പ്രേതമുണ്ട്, അതാണ് ഇതാണെന്നുള്ളതൊക്കെ. പക്ഷെ ആക്ച്വലി ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. ഒരു രീതിക്കുള്ള പാരനോർമൽ ഫോഴ്സോ ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. സോ ഇത് എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റത്തില്ല, കാരണം ലോക്ക്ഡാണ്. ഇരുമ്പ് വെച്ചിട്ട് ലോക്ക്ഡാണ്. ചവിട്ടി പൊളിച്ചാൽ അത് ശരിയാകത്തില്ല. ലുക്ക്, ഇവിടെ ഗ്ലാസ്സും ഉണ്ട്. സോ ആരോ ഇവിടെ സ്ഥിരം വന്നിട്ട് വെള്ളം അടിക്കാറുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഫുള്ള് മദ്യക്കുപ്പിയും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ മദ്യമാണ് ഇവിടെ. സോ പ്രേതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് മദ്യപിക്കാം. ഇതിനേക്കാൾ അപ്പുറത്തെ ഏരിയയിൽ ഞാൻ പോയിട്ടുണ്ട്. രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് കൊടും പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്ന ഏരിയാസിൽ ഞാൻ അവിടെയൊന്നും ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല. പിന്നെയാണോ ഈ ഒരു പൊളിഞ്ഞ പള്ളിയിൽ. സോ ഇവിടെ ചില കല്ലറയിൽ നമുക്കിവിടെ കാണാൻ കഴിയും ചങ്ങല വെച്ചിട്ട് ബന്ധിച്ചിരിക്കുന്നു. ലുക്ക്, സോ എന്തിനാണ് ഇങ്ങനെ ചങ്ങല ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ആചാരത്തിൻ്റെ കാര്യമോ ആചാര വിശ്വാസം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് പൂട്ടൊക്കെ ഇട്ട്. ഓക്കെ, ചെയിനിട്ട് പൂട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ലുക്ക്, മൂന്ന് പാളികളാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ ചെയിനിട്ട് അവിടെ കൊണ്ടുപോയി പൂട്ടിട്ട് ലോക്ക് ചെയ്തേക്കാണ്. എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസമോ ആചാരമോ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളൊരു മൂകത നിറഞ്ഞ അറ്റ്മോസ്ഫിയറാണ്. എന്ന് കരുതി പ്രേതമുണ്ടെന്നോ ഭൂതമുണ്ടെന്നോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതിവിടെ കാണാൻ കഴിയും കുപ്പിയും കാര്യങ്ങളും. ഇവിടെ വന്നിരുന്ന് സാമൂഹ്യ വിരുദ്ധർക്ക് വെള്ളം അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാലത്ത് ജീവിച്ച് ഒരു കാലത്ത് അങ്ങ് മരിക്കും. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് മാക്സിമം നന്മ ചെയ്യാൻ മാത്രമാണ് കഴിയുന്നത്. അത് ചെയ്യുക എന്നുള്ളത്. ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ആരെയും ചതിക്കാനും വഞ്ചിക്കാനും പാടില്ല. മണിവീണയായി വീച്ചിയായി